ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന ഗൗതമിന്റെയും നന്ദയുടെയും നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് നാളത്തെ വിശേഷത്തിലേക്ക് കടക്കാം. അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ കേട്ടോ. അതിനോടൊപ്പം മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് അടിച്ചിട്ടേ പോകാവുള്ളൂ. അപ്പൊ നമുക്ക് നേരെ നാളത്തെ വിശേഷത്തിലേക്ക് കടക്കാം. ഇന്ന് അവസാനമായിട്ട് കണ്ട സീൻ എന്ന് പറഞ്ഞാല് നമ്മുടെ പിങ്കിയും ഗൗതമും നിൽക്കുന്ന ആ ഒരു കാഴ്ച കണ്ടിട്ട് വല്ലാത്ത ഒരു ഫീലോട് കൂടി ഇങ്ങനെ നമ്മുടെ നന്ദ നിൽക്കുകയാണ്. കാരണം നന്ദയ്ക്കറിയാം, ഗൗതമിനറിയാം അതൊക്കെ വേദന ഉണ്ടാക്കുന്ന കുറച്ച് കാര്യങ്ങളൊക്കെയാണ്. നമ്മുടെ ഗൗതം അതും പ്രത്യേകിച്ച് പിങ്കിയുടെ കൂടെ നിൽക്കുക, പിങ്കി തൻ്റെ ഭാര്യയായിട്ട് ഇരിക്കുക എന്നൊക്കെ പറയുമ്പോഴത്തേക്കും നന്ദയ്ക്ക് അങ്ങേയറ്റം വേദനയാവും എന്നറിയാം. അതുകൊണ്ട് തന്നെയാണ് കേട്ടോ മനഃപൂർവ്വം ഷർട്ടിലെ ബട്ടൺസ് പിങ്കീനെ കൊണ്ട് ഇടിയിപ്പിച്ച് നമ്മുടെ നന്ദ വന്നപ്പോൾ ആ ഒരു വലിയ പെർഫോമൻസ് കാഴ്ചവെച്ചത്. ഇത് കണ്ടപ്പോഴത്തേക്കും നമ്മുടെ നന്ദയുടെ കിളി പോയി. വേറെ കാര്യം, അതിനുശേഷമാണ് ട്രീറ്റ്മെന്റും വേണ്ട ഒന്നും വേണ്ട എല്ലാം മതിയായി, ഇന്ന് ആ പൈസ എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു ചെക്ക് കയ്യിലേക്ക് കൊടുത്തതും നമ്മുടെ നന്ദ ആ ചെക്ക് അങ്ങോട്ട് വലിച്ച് കീറുകയാണ് കേട്ടോ. അതെ, ഞാൻ ട്രീറ്റ്മെന്റ് നടത്തിയത് ഗൗതമിനാ. ഏതായാലും അതൊക്കെ അവിടെ ഇരിക്കട്ടെ. പക്ഷെ ഞാൻ ഈ കുഞ്ഞിന് ട്രീറ്റ്മെന്റ് നടത്താമെന്ന് പറഞ്ഞത് അത് ഗൗതമിന്റെ കുഞ്ഞായതുകൊണ്ടൊന്നുമല്ല, അത് എൻ്റെ മോളുടെ കൂട്ടുകാരനായതുകൊണ്ടാണ്. എൻ്റെ മോൾക്ക് അത്രയ്ക്കും ഇഷ്ടമായിരുന്നു ഈ നിൽക്കുന്ന നന്ദുമോനെ, അതുകൊണ്ട് മാത്രമാണ്. അല്ലാതെ ഗൗതമിന്റെ കുഞ്ഞാണെന്ന് അറിഞ്ഞിട്ടോ ഇനിയിപ്പം വേറെ ഒന്നും അറിഞ്ഞിട്ടോ അല്ല ഞാൻ ട്രീറ്റ്മെന്റ് നടത്താന്ന് പറഞ്ഞത്. ഈ കുഞ്ഞിന്റെ സങ്കടവും വേവലാതിയൊക്കെ കണ്ടിട്ടാ. ഈ കുഞ്ഞെനിക്ക് ഗൗതമിന്റെ ആണെന്ന് അറിയത്തേ ഇല്ലായിരുന്നു. ഇനി അറിഞ്ഞിരുന്നെങ്കിൽ പോലും ഒരു കുഞ്ഞിനെയും ഞാൻ വിഷമിപ്പിക്കില്ല. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോഴും തറച്ച് പറയുന്നത്, ഈ കുഞ്ഞിനെ ഇവിടുന്ന് കൊണ്ടുപോകരുത്. അവന് ഒരുപാട് പ്രതീക്ഷ ഞാൻ കൊടുത്തതാ. അവൻ എന്നിൽ ഒരുപാട് പ്രതീക്ഷ വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് പറയാ, ദയവ് ചെയ്ത് ഈ കുഞ്ഞിനെ ഇവിടുന്ന് കൊണ്ടുപോകരുത്. നിങ്ങൾ ഒരു ആനുകൂല്യം എനിക്ക് വേണ്ട. ഒരു ഡോക്ടറിന്റെ ആ ഒരു എത്തിക്സിന് നിരക്കാത്ത രീതി ഒരിക്കലും ഞാൻ ചെയ്യില്ല. ഞാൻ ഇവന്റെ രോഗം മാറ്റി കൊടുക്കും. ഇവന്റെ രോഗമല്ല, ഇവന്റെ കാല് ഞാൻ ശരിയാക്കി കൊടുക്കും. അത് ഞാനാണ് ഉറപ്പ് നൽകുന്നത് എന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ഗൗതം പറയുകയാണ്, മതി, ഉറപ്പുകൾ കുറെ എനിക്ക് ഇതിനു മുമ്പ് കിട്ടിയിട്ടുണ്ട്. ആ ഉറപ്പുകൾ വിശ്വസിച്ച് ഞാൻ കൂടെ നിന്നിട്ടുമുണ്ട്. പക്ഷേ ഈ കുഞ്ഞിന്റെ മുമ്പിൽ വെച്ച് പലതും എന്നെ കൊണ്ട് പറയിപ്പിക്കരുത് നന്ദ. അതുകൊണ്ട് ഇവിടെ സ്റ്റോപ്പ് ചെയ്യുകയാണ് ഞാൻ. നീയും ഞാനും തമ്മിൽ കണ്ടിട്ടേ ഇല്ല, നമ്മൾ തമ്മിൽ യാതൊരു ബന്ധവുമില്ല. എൻ്റെ കുഞ്ഞിന്റെ കാലം എവിടെ കൊണ്ട് ശരിയാക്കണം, എവിടെ കൊണ്ട് ശരിയാക്കണ്ട എന്നൊക്കെ ഞാനും ഈ നിൽക്കുന്ന എൻ്റെ ഭാര്യയായ പിങ്കിയും തീരുമാനിച്ചോളാം. അതിന് നിനക്ക് ഞാൻ തീരെഴുതിയൊന്നും തന്നിട്ടില്ല എന്നിങ്ങനെ പറഞ്ഞു. ഏതായാലും വല്ലാത്തൊരു വിഷമത്തോടു കൂടിയാണ് നമ്മുടെ നന്ദ അവിടെ നിന്ന് പോകാൻ തുടങ്ങുന്നപ്പോഴത്തേക്കും നമ്മുടെ നന്ദുമോൻ അവിടെ നിൽപ്പുണ്ടല്ലോ. അപ്പം നന്ദുമോന് പോവല്ല, ഡോക്ടർ ആൻറ്റി പോവല്ല, പപ്പ എന്തിനാ പപ്പ ഇങ്ങനെയൊക്കെ പറയുന്നത്, അമ്മ പപ്പയോട് ഡോക്ടർ ആൻറ്റി ഒരു ദേഷ്യപ്പെടരുതെന്ന് പറയമ്മ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ പിങ്കിയുടെ അടുത്ത് എന്ന് കുട്ടി കരയാം. അപ്പോഴത്തേക്കും നന്ദ വിളിച്ചിട്ട് മോനെ ഇങ്ങ് വന്നേന്ന് പറഞ്ഞ് വിളിച്ചിട്ട് പറഞ്ഞു, മോൻ്റെ കാല് ശരിയാകുക തന്നെ ചെയ്യും. ഈ ആൻറ്റിക്ക് ഇപ്പം എന്താ പറയുക, എനിക്കിപ്പം സോറി മാത്രമേ പറയാനായിട്ട് പറ്റുകയുള്ളൂ. കാരണം ഞാൻ എത്ര നിർബന്ധിച്ചാലും മോൻ ഇവിടെ നിർത്തിയിട്ട് പോകുകയോ അല്ലെങ്കിൽ മോൻ്റെ പപ്പ ആൻറ്റിയുടെ ട്രീറ്റ്മെൻറ്റ് തുടരാൻ സമ്മതിക്കുകയോ ഒന്നും ചെയ്യില്ല. അതുകൊണ്ട് തന്നെ സോറി മോനു എന്നിങ്ങനെ പറഞ്ഞിട്ട് നമ്മുടെ നന്ദ അവിടെ നിന്ന് പോകാൻ തുടങ്ങുമ്പോഴത്തേക്കുമാണ് അവിടെ നിർമ്മൽ വരുന്നത്. അങ്ങനെ നിർമ്മൽ വെളിയിൽ വന്നിങ്ങനെ ഓണടിക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് നമ്മുടെ നന്ദ പറയാ, അതെ, എന്നെ കൊണ്ടുപോകാൻ എൻ്റെ ഹസ്ബൻഡ് വന്നിട്ടുണ്ട്, ഞാൻ പോവാ എൻ്റെ കുഞ്ഞിൻ്റെ അച്ഛൻ്റെ കൂടെ എന്നും പറഞ്ഞുകൊണ്ടാണ് അവിടെ നിന്ന് നേരെ ഇറങ്ങി നമ്മുടെ നിർമ്മലിൻ്റെ അടുത്തേക്ക് ചെല്ലുന്നത്. സത്യത്തിൽ പിങ്കിയും നിർമ്മലിനെ കണ്ടതും ഒരു നിമിഷം ഇങ്ങനെ അന്താളിച്ച് നിൽക്കുകയാണ്. സത്യമാണോ അതോ ഇത് എന്താ സ്വപ്നമാണോ എന്നൊന്നും വിശ്വസിക്കാൻ പറ്റത്തില്ലാത്ത ഒരു അവസ്ഥയിലാണ് നിൽക്കുന്നത്. നമ്മുടെ പിങ്കിയും വല്ലാണ്ടങ്ങ് എന്താ പറയുക അതിശയിച്ച് നിൽക്കുകയാണ്. അപ്പോഴത്തേക്കും തന്നെ എന്ത് ചെയ്തു നമ്മുടെ നന്ദ നേരെ നമ്മുടെ നിർമ്മലിന്റെ ആ ഒരു വണ്ടിയിൽ കയറിയിട്ട് ബൈക്കിൽ കയറിയിട്ട് നിർമ്മലിനെ അങ്ങോട്ട് കെട്ടി അങ്ങോട്ട് പിടിച്ചു. എന്നിട്ടൊരു ചിരിയും കൂടെ ചിരിച്ചു. പറയണോ നമ്മുടെ ഗൗതമിന്റെ അവസ്ഥ? ഗൗതമാണ് ചീ എന്നും പറഞ്ഞിട്ട് മുഖം ഇങ്ങ് മാറ്റി കേട്ടോ. അപ്പൊ നമ്മുടെ നന്ദേനെ മാത്രം കൊള്ളിച്ചാൽ പോരല്ലോ, ഗൗതമിനും ഒരടി കൊടുക്കണമല്ലോ. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ നന്ദ അങ്ങനെ ചെയ്തത്. ഏതായാലും അവിടെ നിന്ന് നേരെ പോവുകയാണ്. വണ്ടി സ്റ്റാർട്ട് ചെയ്ത് ഒറ്റ പോക്ക് പോവുകയാണ്. പോയിട്ട് വീട്ടിൽ ചെന്ന്
നമ്മുടെ നന്ദ ഇറങ്ങി നേരെ റൂമിനകത്തേക്ക് ചെല്ലുന്നു. നിർമ്മലിനറിയാം ഇതെല്ലാം വേദനാപൂർവമായിട്ട് തന്നെയാണ് നമ്മുടെ നന്ദ ചെയ്തത് എന്ന്. അങ്ങനെ നന്ദയുടെ അടുത്ത് നിർമ്മൽ ചെന്നിട്ട് നിർമ്മൽ ചോദിക്കുന്നുണ്ട്, എന്താ നന്ദ ഇനി ഈ കാണിക്കുന്നത്? നീ ആരോടാ ഈ വാശി തീർക്കുന്നത്? നിന്നോടോ അതോ നിന്റെ കുഞ്ഞിനോടോ? അതോ നീ ഇനി വാശി തീർക്കുന്നത് ഗൗതമിനോടോ? എന്നോട് പലർക്കും വാശി തീർക്കാലോ, എൻ്റെ മുമ്പിൽ വെച്ച് പലതും ചെയ്യാലോ, എങ്കിൽ പിന്നെ എനിക്ക് ചെയ്തുകൂടെ? എന്താ എന്താ നന്ദ നീ പറയുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല. രണ്ടുപേരും കൂടെ ഞാൻ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ഇല്ല, ഞാനത് പറയുന്നില്ല, അതെനിക്ക് പറയാൻ താല്പര്യമില്ല. അവർ ഭാര്യയും ഭർത്താവുമാണല്ലോ, അവർക്ക് എന്തു ആവാമല്ലോ, പോട്ടെ, ആ കാര്യം പോട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് ഈ നന്ദ അതിലൊന്നും വിഷമിക്കത്തില്ല. ഈ നന്ദയ്ക്ക് അതിൻ്റെ കാര്യമില്ല എന്നൊക്കെ പറഞ്ഞ് നന്ദേനെ തന്നെ ഇങ്ങനെ എന്താ പറയുക സമാധാനിപ്പിക്കാന്ന് പറയില്ലേ, അപ്പം ആ ഒരു സീനാണ്. ഏതായാലും നിർമ്മലിന് മനസ്സിലായി ഗൗതമിനെ വേറൊരാൾ സ്വന്തമാക്കി എന്ന് പറഞ്ഞാൽ നന്ദയ്ക്ക് അത് സഹിക്കാൻ പറ്റില്ല, അത് കണ്ടു നിൽക്കാൻ പറ്റില്ല എന്ന് നമ്മുടെ നിർമ്മലിന് മനസ്സിലായി. പക്ഷേ നന്ദേനെ പറഞ്ഞ് തിരുത്താനും പറ്റത്തില്ല. ആര് പറഞ്ഞാലും മനസ്സിലാകാത്ത ഒരു സാധനമാണല്ലോ നമ്മുടെ നന്ദ ആര് പറഞ്ഞാലും കേൾക്കുമല്ലോ. നന്ദയ്ക്ക് കുറച്ച് തീരുമാനങ്ങളുണ്ട്, ആ തീരുമാനങ്ങളോട് കൂടി നന്ദ മുന്നോട്ട് പോവുകയല്ലേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ നിർമ്മലിനെ അറിയാം ഇനിയിപ്പോൾ പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ലെന്ന്. ഏതായാലും ഈ സമയത്ത് നമ്മുടെ പിങ്കി പറയുന്നുണ്ട് ഗൗതമിനോട്, എനിക്കിതൊന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല ഗൗതം, ഇത് എത്രത്തോളം യാഥാർത്ഥ്യമാണെന്നൊന്നും എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. നിർമ്മലിനെ തൻ്റെ ഭർത്താവായിട്ട് നന്ദ സ്വീകരിച്ചു, അവരുടെ കുഞ്ഞാണ് ഗൗരിമോൾ എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് പറ്റുന്നില്ല, എനിക്ക് അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഉൾക്കൊണ്ടേ പറ്റൂ. കാണേണ്ട കാഴ്ച നീ കണ്ടല്ലോ, നേരിൽ കണ്ടല്ലോ, ഇനി നീ അത് വിശ്വസിച്ചല്ലേ പറ്റത്തുള്ളൂ. ഇവിടെ വിഡ്ഢിയായത് ആരാണെന്ന് പിങ്കി നിനക്കിപ്പം മനസ്സിലായില്ലേ? ഞാൻ മനസ്സിൽ കൊണ്ട് നടന്ന എൻ്റെ ഭാര്യ എന്നെ വിഡ്ഢിയാക്കി, അതല്ലേ പറ്റിയത്. എൻ്റെ കുഞ്ഞിനെയും കൊന്നിട്ട് അവളിപ്പം സുഖമായിട്ട് നിർമ്മലിൻ്റെ കൂടെ ജീവിക്കുന്നു. ആർക്കാ എല്ലാം നഷ്ടമായത്? ആർക്ക് നഷ്ടമായി? എനിക്കല്ലേ എല്ലാം നഷ്ടമായത്, എനിക്കും എൻ്റെ വീട്ടുകാർക്കും എല്ലാം നഷ്ടമായി എന്നൊക്കെ ഇങ്ങനെ പറയപ്പോഴത്തേക്കും നമ്മുടെ നന്ദുമോൻ അവിടെ മാറി നിൽപ്പുണ്ട്. അപ്പം നന്ദുമോനെ കണ്ട ഉടനെ തന്നെ പിങ്കി പറഞ്ഞു, ഇനി ഗൗതം കൂടുതൽ സംസാരിക്കേണ്ടെന്ന് പറഞ്ഞ് കുഞ്ഞിൻ്റെ അടുത്തേക്ക് പിങ്കി ചെല്ലാണ്. എന്നിട്ട് പിങ്കി പറഞ്ഞു, മോൻ്റെ കാലേ ശരിയാകും, അമ്മ ശരിയാക്കി തരും എന്ന് പറഞ്ഞപ്പം എനിക്ക് വിശ്വാസമില്ല, എനിക്ക് വിശ്വാസമുള്ളത് എൻ്റെ ഡോക്ടർ ആൻറ്റിയാ, എൻ്റെ ഗൗരിയുടെ അമ്മേനെയാ. പക്ഷേ നിങ്ങൾ എന്നെ ഇവിടെ നിർത്തില്ലല്ലോ, ഡോക്ടർ ആൻറ്റീനെ കൊണ്ട് എന്നെ ചികിത്സിപ്പിക്കാൻ നിങ്ങൾ സമ്മതിക്കില്ലല്ലോ. എനിക്കറിയാം നിങ്ങൾക്ക് ആർക്കും എന്നോട് സ്നേഹമില്ല, എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട് എന്നാ കുഞ്ഞിങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും ഗൗതം നമ്മുടെ പിങ്കീനൊന്ന് നോക്കാണ്. അങ്ങനെ പിങ്കി മാറി ഗൗതമിനെ കൊണ്ട് പോയിട്ട് പറയുന്നുണ്ട്, ഗൗതം എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് നമുക്കിങ്ങനെ കുഞ്ഞിന്റെ മുമ്പിൽ വെച്ച് പറയേണ്ട കാര്യങ്ങളൊന്നും അല്ല ഇത്. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ മാറി നിന്ന് പറയണം. ആ പിഞ്ച് കുഞ്ഞിന്റെ മനസ്സ് എന്തുമാത്രം വേദനിക്കുന്നുണ്ടെന്ന് അറിയാലോ. അതുപോലെ തന്നെ അന്ന് ആ ഡോക്ടർ പറഞ്ഞത് മറന്നുപോയോ ഗൗതം? നമ്മുടെ കുഞ്ഞിന് ഈ ഡോക്ടറെ കൊണ്ട് കാല് ശരിയാക്കാൻ പറ്റും എന്ന് തന്നെ ഒരു ഉറപ്പ് തന്നില്ലേ ആ ഡോക്ടർ? ഈ ഡോക്ടറിന് അത് കഴിയുമെന്ന്. നന്ദയുടെ സ്ഥാനത്ത് വേറെ ഏത് ഡോക്ടർ ആണെങ്കിലും നമ്മുടെ കുഞ്ഞിന് വേണ്ടി മാറ്റിവെക്കുമായിരുന്നോ? ഇല്ലല്ലോ. നമ്മൾ ഈ ട്രീറ്റ്മെന്റ് മാറ്റിവെക്കുമായിരുന്നോ? നമ്മുടെ കുഞ്ഞിന് വേണ്ടി നമ്മൾ ഈ ട്രീറ്റ്മെന്റ് തുടരുകയല്ലേ ചെയ്യുള്ളായിരുന്നു. എന്നിട്ടിപ്പം നന്ദയാണെന്ന് അറിഞ്ഞതുകൊണ്ടല്ലേ ഇത് മാറ്റിവെച്ചത്? ഇത് നമ്മൾ നമ്മുടെ കുഞ്ഞിനോട് ചെയ്യുന്ന ക്രൂരതയല്ലേ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പലമ്പുകയാണ് നമ്മുടെ പിങ്കി. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും സ്റ്റോപ്പ് ഇറ്റ്, നിർത്ത്, ഞാൻ പറഞ്ഞല്ലോ എൻ്റെ കുഞ്ഞ് അത് ഞാൻ എന്താണെന്ന് വെച്ചാൽ ചെയ്തോളാം. പിങ്കി എന്നെ ദേഷ്യം പിടിപ്പിക്കരുത് ഇനി. ഞാൻ ആകെ സഹികെട്ടാ ഇവിടെ നിൽക്കുന്നത്. എന്തിനാണ് നിങ്ങൾ സഹികെട്ട് നിൽക്കുന്നത്? ഞാനൊരു കാര്യം പറയട്ടെ, നന്ദേനെ തോൽപ്പിച്ചിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും കിട്ടാനുണ്ടോ? പക്ഷേ നമ്മൾ ഒരു ഡോക്ടറിന്റെ സ്ഥാനത്ത് നന്ദേനെ കണ്ട് ഈ ട്രീറ്റ്മെന്റ് തുടർന്ന് പോയാൽ ഈ കുഞ്ഞിന്റെ ആഗ്രഹമല്ലേ സാധിച്ചു കൊടുക്കാൻ പറ്റുന്നത്? ഈ കുഞ്ഞിന് വേണ്ടിയല്ലേ നമ്മൾ ജീവിക്കുന്നത് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമ്മുടെ ഗൗതം ഇങ്ങനെ തർപ്പിച്ച് പിന്നെയും പറയാണ്, എത്രയും പെട്ടെന്ന് നമുക്ക് ഇന്ദീവരത്തിലേക്ക് ചെന്നാൽ മതിയെന്ന്. ഏതായാലും ഇവർ ഇന്ദീവരത്തിലേക്ക് തിരിക്കുകയാണ്. അവിടെ ചെന്ന് കഴിയുമ്പോഴെന്ന് പറയുന്നത് അവിടെ ഭയങ്കര ആഘോഷങ്ങളൊക്കെയാണ്. നമ്മുടെ പവിത്രയ്ക്ക് കുഞ്ഞുണ്ടാകാൻ പോകുവാണല്ലോ എന്നുള്ള സന്തോഷമാണ് അവിടെ ചെല്ലുമ്പോൾ ആദ്യമായിട്ട് അറിയുന്നത്. അപ്പൊ അതിൻ്റെ കൂടെ ഇവരും കുറച്ച് ആഘോഷങ്ങളും സന്തോഷങ്ങളിലും ഒക്കെ പങ്കുചേരുന്നുണ്ട്. ഏതായാലും വലിയൊരു കൊടുങ്കാറ്റിന്റെ തുടക്കം മാത്രമാണിത്. ഇനിയിപ്പം നമ്മുടെ നന്ദ ഇവിടെ ട്രിവാൻഡ്രത്ത് തന്നെ വരും നമ്മുടെ നന്ദ. എന്നിട്ട് ഇവിടെ തന്നെ ഒരു വീടെടുത്ത് താമസിക്കുന്നൊക്കെ ഉണ്ട്. ഏതായാലും നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത്. അപ്പം എല്ലാവരും കാത്തിരിക്കുക. അടിപൊളി വിശേഷങ്ങൾ തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്.
അപ്പോൾ ആരും മിസ് ചെയ്ത് കളയരുത് കേട്ടോ. നമ്മൾ എന്നും രാവിലെ ഫുൾ വിശേഷവും ഉച്ചയ്ക്ക് പ്രമോ വിശേഷവും ഒക്കെ ഇടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കണം. അതിനോടൊപ്പം എല്ലാവരും ലൈക്ക് ചെയ്തിട്ട് പോണേ, ലൈക്ക് ചെയ്യാതെ പോകരുത്. കാരണം നിങ്ങളുടെ ഓരോ ലൈക്കുകളുമാണ് നമ്മുടെ ഈ വീഡിയോ കൂടുതൽ കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ ലൈക്കുകൾ നമുക്ക് വിലപ്പെട്ടത് തന്നെയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് പോകുന്നതിന് മുമ്പായിട്ട് ലൈക്ക് ചെയ്തിട്ട് പോണേ. അപ്പം ഇനിയിപ്പോൾ നമുക്ക് അടുത്ത വിശേഷം നാളെയാണ്. അപ്പം നാളെ ഫുൾ വിശേഷവുമായിട്ട് വരാം നാളത്തെ. അതുവരെ എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ.